പത്രമാധ്യമങ്ങളിൽ ക്രൈമുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് എവിടെയോ നടന്ന ഒരു സംഭവമായിരുന്നു, ആരൊക്കെയോ അതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു ചിന്തയായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇപ്പോ ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്ത് സാധാരണ ആളുകൾ ചെറുതായെങ്കിലും ഒന്ന് ഭയപ്പെടുന്നുണ്ട്. കാരണം അവർ അവരുടെ ചുറ്റുപാടുകളെ കുറിച്ച് തന്നെ ആകുലരാകുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് ചുറ്റും ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുമോ എന്നുള്ള ഭയമാണ്. സമാധാനത്തോടുകൂടി വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുപോലെ തന്നെ പറയാനും കേൾക്കാനും അത്ര സുഖകരമല്ലാത്ത വാർത്തയാണ് നെന്മാറയിലെ ഇരട്ട കൊലപാതകം. പാലക്കാട് നെന്മാറ പോത്തുണ്ടി തിരുത്തമ്പാടത്ത് 54 വയസ്സുള്ള ചെന്താമര. വിവാഹം കഴിഞ്ഞ് മക്കളൊക്കെയുണ്ട്. പക്ഷേ ഭാര്യയും മക്കളും അയാളുമായി വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. കാരണം അയാളുടെ സ്വഭാവം തന്നെയാണ്. അയാളുടെ മദ്യപാനവും മയക്കുമരുന്നും സ്വഭാവ രീതികളും അന്ധവിശ്വാസം ഇവയെല്ലാം തന്നെയായിരുന്നു ആ കുടുംബജീവിതം തകരാനും കാരണം. ഭാര്യയും മക്കളും അയാളിൽ നിന്ന് വേർപിരിഞ്ഞ് താമസിക്കാനും കാരണം. അയാളുടെ ആദ്യ കൊലപാതകത്തിന് കാരണം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം അതും ഇതേ അന്ധവിശ്വാസം തന്നെയായിരുന്നു. അന്ധവിശ്വാസികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും അദൃശ്യ ശക്തികളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾ പൊതുവെ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു ചിന്താഗതിയുണ്ട്. തങ്ങൾ കാരണം ഒരു പ്രശ്നവും ഉണ്ടാകില്ല. തങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ മറ്റേതോ ഒരാൾ കൂടോത്രം ചെയ്തതുകൊണ്ടാകണം അത് സംഭവിച്ചത്. തനിക്ക് എന്തെങ്കിലും ലാഭമുണ്ടാകാത്തത് ദൈവത്തെ തൃപ്തിപ്പെടുത്താത്തത് കൊണ്ടായിരിക്കാം. അല്ലാതെ തന്റെ പ്രവൃത്തിയിൽ യാതൊരു പ്രശ്നവും ഉണ്ടെന്ന് യാതൊരു വിശ്വാസിയും അന്ധവിശ്വാസിയും വിചാരിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവർ യാതൊരു രീതിയിലുള്ള മാറ്റത്തിനും വിധേയരാകില്ല. അങ്ങനെ ഇവിടെ ഈ ഒരു കേസിലെ അന്ധവിശ്വാസി ചെന്താമര, അയാളുടെ അന്ധവിശ്വാസം തലയ്ക്ക് കയറിയപ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജ്യോത്സ്യനെ കാണാനായി പോകുന്നു, അല്ലെങ്കിൽ ഒരു പണിക്കർ എന്നൊക്കെ പറയും, അവരെ കാണാനായി പോകുന്നു. സത്യം പറഞ്ഞാൽ ഈ ജ്യോത്സ്യന്മാരും ഇങ്ങനെയുള്ള പണിക്കരും ഒക്കെ ഈ ചെന്താമരയെ പോലുള്ള ആളുകൾ കാരണം ജീവിച്ചു പോകുന്നവരാണ്. കൊലയും നടന്നത് ആ പേരിലായിരുന്നു. അവരുടെ കുടുംബം തകർത്തിയത് ഇവരാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് ആരോപണങ്ങളായിട്ട് അയാൾക്ക് അങ്ങനെ ആ മൈൻഡിൽ അതിനെ കയറിയിരിക്കും. കൊല്ലണം അല്ലാണ്ട് മാനസികരോഗമായിട്ടൊന്നുമില്ല അയാൾക്ക്. ഒരു പ്രശ്നമില്ല അയാൾക്ക്, ഒറ്റ പ്രശ്നവുമില്ല. വ്യക്തിവൈരാഗ്യം തന്നെയാണത്. ഈ കുടുംബമായിട്ടാണ് അവരുടെ കുടുംബം തകർന്നു എന്നുള്ളതാണ്. നിരപരാധികളാണ് അവർ. ഈ മരിച്ച 3 പേരും ഒന്നും മനസ്സാവാച കർമ്മം ഒന്നും പറഞ്ഞിട്ടില്ല. സാധുക്കളാണ്. എന്താ പറയാ, ഒരു ക്രൂരന്റെ കൈ കൊണ്ട് ഒരു കൊന്നും അവര് അത്ര വെട്ടി. അങ്ങനെ ചെന്താമരയോട് ഈ ജ്യോത്സ്യൻ പറഞ്ഞത്, നിന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരാൻ കാരണം അല്ലെങ്കിൽ നിന്റെ കുടുംബം തകരാൻ കാരണം നീയല്ല, അല്ലെങ്കിൽ നിന്റെ സ്വഭാവമോ അല്ല, നിന്റെ അയൽവക്കത്തുള്ള ഒരു സ്ത്രീയുടെ പ്രശ്നമാണ്. അവർ കാരണമാണ് നിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അയൽവക്കത്തിൽ മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയുണ്ട്. നിന്റെ കുടുംബം തകരാൻ കാരണം അവരാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ചെന്താമരയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് തൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന സജിത എന്ന സ്ത്രീയായിരുന്നു. അവർക്ക് നല്ല മുടിയുണ്ട്. അവരാണ് തൻ്റെ കുടുംബം തകരാൻ കാരണം എന്നുള്ള ഒരു ചിന്തയും പകയും ഒക്കെ അയാളുടെ മനസ്സിൽ അങ്ങനെ വളർന്നു വന്നു. അതിനായി സജിതയുടെ പ്രതികാരം വീട്ടാൻ അല്ലെങ്കിൽ ഒരു പക വീട്ടാൻ അയാൾ കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2019 ബോയിങ് കോളനിയിലെ സുധാകരന്റെ ഭാര്യയായ സജിതയെ അയാൾ കഴുത്തറുത്ത് തന്നെ അങ്ങനെ കൊന്നു. പിന്നീട് നാട്ടുകാർക്ക് ഇയാളെ പേടിയായി. ഇയാൾ വരുന്നത് കണ്ടാൽ തന്നെ അല്ലെങ്കിൽ വരും എന്നത് അറിഞ്ഞാൽ തന്നെ ആളുകൾ വീടിനുള്ളിൽ കയറി കതകടച്ചിരിക്കും. പിന്നെ പുറത്തേക്ക് വരികയില്ല. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാറേയില്ല. ആ ഒരു മേഖലയിൽ കാര്യമായിട്ടുള്ള ഒരു ഭീതി ഇയാൾ കാരണമുണ്ട്. കാരണം അത്ര ക്രൂരനാണ്. മനുഷ്യത്വം അയാളുടെ മുഖത്ത് പോലും വായിച്ചെടുക്കാനില്ല. ഇങ്ങനെയൊക്കെ അയാളുടെ സഹപ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കൊലപാതകം ചെയ്ത ശേഷം അയാൾ പോത്തുണ്ടി മല കയറി ഏകദേശം 5 ദിവസത്തോളം ഒളിവിൽ കഴിഞ്ഞു. പോലീസ് അയാളെ ആ സമയം വലവീശി തിരഞ്ഞു. പക്ഷെ 5 ദിവസത്തോളം കണ്ടെത്താനായില്ല. ഒളിവിൽ കഴിഞ്ഞെങ്കിലും ഈ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ അയാളെ കൊണ്ട് അധിക ദിവസം അവിടെ താമസിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അയാൾ വിശപ്പ് സഹിക്കാനാകാതെ വീട്ടിലേക്ക് വന്നു. അപ്പോഴായിരുന്നു പോലീസ് അയാളെ പിടികൂടിയത്. ജയിലിലും അടച്ചു. നീണ്ട ജയിൽവാസത്തിനു ശേഷം ഏകദേശം ഒരു 5 വർഷത്തിനു ശേഷം 2024 നവംബർ മാസത്തിൽ അയാൾക്ക് ജാമ്യം ലഭിച്ചു. ജയിലിൽ നിന്നും മോചിതനായി പുറത്തിറങ്ങി അയാൾ ഒരു ക്വാറിയിൽ ജോലിക്ക് പോകുന്നു. എല്ലാവരും ചിന്തിച്ചത് ചെന്താമര മാറിയിട്ടുണ്ടാകും, അയാൾ ഒരു പഴയ മനുഷ്യനെ അല്ല എന്നാണ്. പക്ഷേ അവിടെയാണ് തെറ്റിയത്. അയാൾ പഴയതിലും ക്രൂരനായ ഒരു മൃഗമായി മാറിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെയാണ് തിരിച്ചു വന്നിരിക്കുന്നത് എന്ന് ആരും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മനസ്സിലാക്കാനും ജനങ്ങൾക്ക് അധിക ദിവസം കാത്തിരിക്കേണ്ടി വന്നില്ല. ജനുവരി മാസം 27-ാം തീയതി 2025 കൊല ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇലവഞ്ചേരിയിൽ നിന്ന് പുതിയൊരു കൊടുവാൾ അയാൾ വാങ്ങി. താൻ ആദ്യം കൊലപാതകം നടത്തിയ സജിതയുടെ ഭർത്താവ് സുധാകരനെ കൊല്ലണം. അതായത് അയാളുടെ മനസ്സിൽ അപ്പോഴും ആ ഒരു അന്ധവിശ്വാസം മാറിയിട്ടേ ഇല്ലായിരുന്നു. ആ മൊത്ത കുടുംബം കാരണമാണ് തൻ്റെ കുടുംബം ഇങ്ങനെ പിരിയാൻ കാരണം. അല്ലെങ്കിൽ സുധാകരന്റെ മുഴുവൻ കുടുംബത്തെയും നശിപ്പിച്ചാൽ മാത്രമേ, കൊന്നാൽ മാത്രമേ തൻ്റെ കുടുംബജീവിതം നന്നായി പോവുകയുള്ളൂ എന്നൊരു വിശ്വാസം, അല്ലെങ്കിൽ ആ ഒരു അന്ധവിശ്വാസം അയാളുടെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് സുധാകരനായിരുന്നു അയാളുടെ അടുത്ത ലക്ഷ്യം. അങ്ങനെ തിങ്കളാഴ്ച രാവിലെ 10 മണിയോടുകൂടി അയൽവാസിയായ സുധാകരൻ തന്റെ സ്കൂട്ടർ എടുത്ത് പുറത്തേക്കിറങ്ങി. ചെന്താമര ഇത് കണ്ടു. തേടിയ വള്ളി കാലിൽ കുടുങ്ങിയെന്ന വണ്ണം 56 വയസ്സുള്ള സുധാകരന് നേരെ ചെന്താമര പാഞ്ഞടുക്കാൻ തുടങ്ങി. അയാളെ ആക്രമിക്കാൻ തുടങ്ങി. ആദ്യം മുട്ടിലും പിന്നീട് കഴുത്തിലും, കാൽ, തല, ഇങ്ങനെ ശരീരത്തിലുടനീളം അയാളെ വെട്ടി പരിക്കേൽപ്പിച്ചു. 1-2 തവണയല്ല, 16 ആഴത്തിലുള്ള മുറിവുകളായിരുന്നു സുധാകരൻ ഉണ്ടായിരുന്നത്. ഈ നിലവിളി കേട്ട് ഓടിയെത്തിയ സുധാകരന്റെ അമ്മയായ 75 വയസ്സുള്ള ലക്ഷ്മി എന്ന ആ ഒരു വൃദ്ധയെപ്പോലും അയാൾ വെറുതെ വിട്ടില്ല. അവരെയും വെട്ടി വീഴ്ത്തി. അതും സുധാകരന്റെ വീടിന് മുൻപിൽ വെച്ചായിരുന്നു ഈ 2 കൊലപാതകവും നടന്നത്. ആ നാടിനെ വീണ്ടും ആകെ ഞെട്ടിപ്പിച്ചതും ഭയപ്പെടുത്തിയതുമായ ഒരു സംഭവമായി ഇത് വീണ്ടും മാറി. സുധാകരന് സത്യത്തിൽ 2 പെൺമക്കളുണ്ടായിരുന്നു. ഇതിനകം അമ്മ നഷ്ടപ്പെട്ട പെൺമക്കളെ സുധാകരനും അമ്മയും ചേർന്നുമാണ് വളർത്തിക്കൊണ്ടുവന്നത്. എന്നാൽ ഇപ്പോ അച്ഛനും മുത്തശ്ശിയും ഇല്ലാതെയായി. ആ 2 പെൺമക്കളും അനാഥരായി. ഈ കൊലപാതകത്തിന് ശേഷം ചെന്താമര തന്റെ കൊടുവാൾ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് വീണ്ടും അതേ മല കയറിപ്പോയി രക്ഷപ്പെട്ടു. വിവരമറിഞ്ഞ പോലീസ് അയാളെ പല സ്ഥലങ്ങളിൽ തിരയാൻ തുടങ്ങി, അന്വേഷിക്കാൻ തുടങ്ങി. ചെന്താമരയ്ക്ക് വേണ്ടി ഒരു വലിയ തിരച്ചിൽ തന്നെ നടത്തി. എന്നാൽ മലമുകളിൽ ഒളിച്ചിരുന്ന ചെന്താമരയ്ക്ക് അവിടെയുള്ള എല്ലാ വഴികളും, എവിടെ പോയാൽ എവിടെ എത്തും, എല്ലാ ഊട് വഴികളും അയാൾക്ക് കൃത്യമായി അറിയാമായിരുന്നു. പോലീസിന്റെ നീക്കങ്ങളെല്ലാം അയാൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ പോത്തുണ്ടിമലയിൽ ഏകദേശം 36 മണിക്കൂർ ഒളിവിൽ കഴിഞ്ഞിരുന്ന ചെന്താമരയെ വീണ്ടും പോലീസിൽ അകപ്പെടുത്തിയത് അയാളുടെ വിശപ്പ് തന്നെയായിരുന്നു. ചെന്താമരയ്ക്ക് 2 ദിവസത്തിൽ കൂടുതൽ വിശപ്പ് സഹിക്കാനാകില്ലായിരുന്നു. ഇത് ചെന്താമരയുടെ ജ്യേഷ്ഠൻ തന്നെ പോലീസിനോട് പറഞ്ഞു. അയാൾ ചെയ്ത ആദ്യ കൊലപാതകത്തിൽ പിടിക്കപ്പെട്ടതും ഇതേ വിശപ്പ് കാരണമായിരുന്നു. അങ്ങനെ പോലീസ് തിരച്ചിൽ മതിയാക്കി പോയിട്ടുണ്ടാകും എന്ന ഒരു വിശ്വാസത്തിൽ, അങ്ങനെ ഉറപ്പാക്കിയതിനു ശേഷം വിശന്ന് വലഞ്ഞ് മലയിറങ്ങി വന്ന ചെന്താമരയെ പോലീസ് ചുറ്റി വളഞ്ഞു പിടിക്കുന്നു. പോലീസ് അവിടെ കെണിയിൽ അവനെ പെടുത്തി. പോലീസ് അയാളെ പിടിച്ചപ്പോൾ താൻ വിഷം കഴിച്ചുവെന്നും ചത്തില്ല എന്നൊക്കെ പറഞ്ഞ് പോലീസിനെ കുഴപ്പിക്കാൻ അയാൾ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ പോലീസ് ഉടനെ ഡോക്ടേഴ്സിനെ എത്തിച്ച് അയാളെ പരിശോധിപ്പിച്ചു. പരിശോധനയിൽ അയാൾ പറഞ്ഞതെല്ലാം കള്ളമാണെന്നും വ്യക്തമായി. അങ്ങനെ അയാളെ അറസ്റ്റ് ചെയ്ത് നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ ജനങ്ങളുടെ ഒരു വലിയ പ്രതിഷേധവും വൈകാരിക പ്രതികരണങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്രയും ക്രൂരമായ ഒരു കൃത്യം നടത്തിയതിന് ശേഷം പോലും തെളിവെടുപ്പിനായൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അയാൾക്ക് യാതൊരുവിധ ഭാവ വ്യത്യാസവും ഇല്ലായിരുന്നു. അയാൾ വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുകയായിരുന്നു. എല്ലാം ചെയ്തത് താൻ ഒറ്റയ്ക്കാണെന്നും തന്നെ 100 വർഷം വരെ ശിക്ഷിക്കണമെന്നൊക്കെ അയാൾ കോടതിയിൽ പറഞ്ഞു. പക്ഷെ അപ്പോഴും തന്നെ തൂക്കിലേറ്റണം, തന്നെ കൊല്ലണം എന്നൊന്നും അയാൾ പറഞ്ഞില്ല. അയാൾക്കും ജീവനിൽ അത്രയേറെ ഭയമുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും അയാൾ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു. താൻ ജയിലിൽ നിന്നും ഇറങ്ങിയത് തന്നെ തൻ്റെ ഭാര്യയെ ആദ്യം കൊല്ലാനായിരുന്നു. തൻ്റെ ഭാര്യയായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. എന്നാൽ പിന്നീട് സുധാകരനെയും അമ്മയെയും കണ്ടപ്പോൾ അവരെ കൊല്ലണമെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഇനിയും കൊല്ലാൻ കുറെ ആളുകൾ ബാക്കിയുണ്ട്. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള വെല്ലുവിളികളായിരുന്നു അയാൾ ഉയർത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അന്ധവിശ്വാസത്തിന്റെ പേരിലായിരുന്നു അയാൾ ഈ കൊലപാതകങ്ങൾ ചെയ്തത് എന്നൊക്കെ അയാൾ തന്നെ പറഞ്ഞാലും ഇയാളുടെ ഈ കൊലപാതകത്തിൽ പോലീസിന് ഒരു വലിയ പങ്കുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഒരിക്കലും നിഷേധിക്കാനാകില്ല. ഇങ്ങനെ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇയാൾ ഒരു കൊലയാളി മാത്രമാണ്. അയാൾക്ക് എല്ലാ കൊലയാളികൾക്കും കുറ്റവാളികൾക്കും കൊടുക്കുന്നത് പോലുള്ള ഒരു ജാമ്യം കൊടുക്കുന്നു. എന്നാൽ അതിലൊരു ജാമ്യ വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. നെന്മാറയിൽ വന്ന് താമസിക്കാൻ പാടില്ല, അതായിരുന്നു വ്യവസ്ഥ. എന്നാൽ അയാൾ ആ ജാമ്യ വ്യവസ്ഥ തെറ്റിച്ചുകൊണ്ട് അതേ നെന്മാറയിൽ മാസങ്ങളോളം താമസിച്ചു. പക്ഷെ പോലീസ് അത് അറിഞ്ഞിട്ട് കൂടിയും അറിയാത്തതുപോലെ അഭിനയിച്ചു. യാതൊരു ആക്ഷനും എടുത്തില്ല. ഇത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ വീഴ്ച തന്നെയാണ്. എന്നിട്ടും ജാമ്യത്തിലിറങ്ങി അയാൾ തൻ്റെ അതേ പഴയ വീട്ടിൽ തന്നെ താമസിച്ചു. താൻ കൊന്ന അതേ സ്ത്രീയുടെ വീടിന് തൊട്ടടുത്ത് തന്നെ അയാൾ വന്ന് താമസിച്ചു.
എന്നിട്ട് അയാളുടെ പക്കലുണ്ടായിരുന്ന കൊടുവാൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നടന്നു പോകുന്നവരെയെല്ലാം കൊല്ലുമെന്നുള്ള ഭീഷണികൾ മുഴക്കി. ഇതൊക്കെ കണ്ടപ്പോൾ അയൽവാസിയായ സുധാകരനും മക്കൾക്കും വല്ലാത്തൊരു ഭയമുണ്ടായി. പ്രധാനമായും മക്കൾക്ക്. അമ്മയെ കൊന്നതുപോലെ അച്ഛനെയും തങ്ങളെയും കൊല്ലുമോ എന്നായിരുന്നു അവരുടെ ഭയം. ചെന്താമര പുറത്തിറങ്ങിയ സമയത്ത് സഹപ്രവർത്തകരോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. താൻ ഒരു മർഡർ ചെയ്താലും 2 മർഡർ ചെയ്താലും ശിക്ഷ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തനിക്ക് ഇനിയും ചില ആളുകളെ കൂടെ കൊല്ലേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ അയാൾ പറഞ്ഞിരുന്നു. ഇതൊക്കെ ആയപ്പോൾ സുധാകരന്റെ കുടുംബത്തിന് അത് വലിയ ഭയത്തിന് കാരണമായി. ആ ഭയം അവരൊരു പരാതിയാക്കി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുകൊടുത്തു. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഇൻസ്പെക്ടർ ചെന്താമരയെ വിളിച്ചു വരുത്തി കുടിക്കാൻ ചായയൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് അയാളെ ഉപദേശിച്ച് പറഞ്ഞയച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു കൊലയാളിയാണ് അവൻ. വീണ്ടും ചിലരെ കൊല്ലും എന്നൊക്കെ ഭീഷണിയും മുടക്കിയിട്ടുണ്ട്. പോലീസ് അവനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി സൽക്കരിച്ച് പറഞ്ഞയച്ചു. അന്ന് തന്നെ ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്ത് അവന്റെ ജാമ്യം ക്യാൻസൽ ചെയ്തിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ കുഞ്ഞുങ്ങൾക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. സ്വന്തം അച്ഛനെ നഷ്ടപ്പെടില്ലായിരുന്നു. പക്ഷെ പകരം പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്ത ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ന് ഈ ഒരു അവസ്ഥ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ പോലീസുകാരാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇന്നൊക്കെ നമ്മൾ പണ്ട് കാണുന്ന രീതിയിലുള്ള ക്രൈം ഒന്നും അല്ല നടക്കുന്നത്. ഒരു കുറ്റകൃത്യം നടന്നാൽ വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടുകയും കേസ് തെളിയിക്കുകയും ചെയ്യുന്ന കേരള പോലീസിന്റെ മിടുക്കിനെ കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അത് പറയേണ്ടത് തന്നെയാണ്. പോലീസുകാർ അത്രയേറെ എഫിഷ്യന്റ് തന്നെയാണ്. എന്നാൽ ഒരു കുറ്റത്തിൽ ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളെ കണക്കിലെടുത്ത് അത് തടയാൻ പറ്റുന്ന സാഹചര്യങ്ങളായാൽ പോലും പലപ്പോഴും ഇവിടെയുള്ള പോലീസുകാർ തന്നെ അത് കണക്കിലെടുക്കാറില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും നാട്ടുകാരും അയൽക്കാരും ഒക്കെ ഒരാൾ ഭീഷണിയാണ് എന്നൊക്കെ പറയുമ്പോഴും ആ ആളുകളുടെ കാര്യത്തിൽ പോലീസ് വലിയ ശ്രദ്ധ കൊടുക്കാറേയില്ല. അതുകൊണ്ട് തന്നെ കുറ്റകൃത്യം നടന്നതിന് ശേഷം നമ്മൾ ഈ പ്രതികളെയൊക്കെ പിടിച്ച് വലിയ മാസ് കാണിച്ചിട്ട് എന്താണ് കാര്യം? നഷ്ടപ്പെട്ടവർക്ക് അത് നഷ്ടം തന്നെയാണ്, ഒരിക്കലും തിരികെ എടുക്കാനാകില്ല. കൂട്ട കൊലപാതകങ്ങളൊക്കെയാണ് നടക്കുന്നത്, നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ. പല കേസുകളിലും പിടിക്കപ്പെടുന്ന ഈ പ്രതികൾക്ക് യാതൊരു പശ്ചാത്താപവുമില്ല. അതിപ്പോ യുവ കൊലയാളി ഗ്രീഷ്മയാണെങ്കിലും ബാക്കിയുള്ള ആളുകൾക്കായാലും ആർക്കും പശ്ചാത്താപം തൊട്ട് തീണ്ടിയിട്ട് കൂടെ ഇല്ല. എല്ലാവരും വളരെ കോൺഫിഡൻസ് ആണ്. ഇത്രയേറെ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ആളുകളാണ് ഇവരെല്ലാമാണ് നമ്മൾ ഓരോ ക്രൈമിലൂടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ സാധാരണ ജനങ്ങൾ അവരുടെ ഭീതി വെളിപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു ഭീഷണി ഉണ്ട് എന്നുള്ളത് പറയുമ്പോൾ അത് പോലീസ് സീരിയസ് ആയിട്ട് എടുക്കേണ്ടതുണ്ട്. ഇനി അവർക്ക് കിട്ടുന്ന ശിക്ഷ, അതിനെക്കുറിച്ച് പറയേ വേണ്ട. അത് ചിന്തിക്കുമ്പോൾ തന്നെ പുച്ഛം തോന്നുകയാണ്. ചെന്താമരയെ ഒന്ന് തൂക്കിക്കൊല്ലാമോ എന്നാണ് സുധാകരന്റെ മക്കൾ ചോദിച്ചത്. പക്ഷെ അയാളെ തൂക്കിക്കൊല്ലുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. നമ്മുടെ നിയമവ്യവസ്ഥയെക്കുറിച്ച് നന്നായി അറിയാവുന്ന ചെറിയ കുട്ടികൾ പോലും ഇത് പറയും, തൂക്കിക്കൊല്ലില്ല. ഇനി അങ്ങനെ ഒരു വിധി വന്നാൽ പോലും അതിനെതിരെ ഒരു അപ്പീല് പോകും. പിന്നീട് ആ ഒരു വിധിയെ ജീവപര്യന്തമാക്കി കുറയ്ക്കും, സ്വാഭാവികം. ഇനി അന്ധവിശ്വാസത്തിന്റെ കാര്യവും പറയേ വേണ്ട. അന്ധവിശ്വാസം കാരണമുണ്ടാകുന്ന കൊലപാതകങ്ങൾക്ക് ഒരു കയ്യും കണക്കുമില്ല. ഈ വിശ്വാസം, അന്ധവിശ്വാസം, ഇതിനെയൊക്കെ വേർതിരിച്ച് പറയുക തന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് നല്ല വിശ്വാസം, അല്ലെങ്കിൽ എന്താണ് അന്ധമായിട്ടുള്ള വിശ്വാസം എന്നതിനെ കുറിച്ചൊക്കെ വലിയ നിർവചനങ്ങൾ വിശ്വാസികൾ തന്നെയാണ് നൽകുന്നത്. ആരുടെയെങ്കിലുമൊക്കെ ജീവന് അപായം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അന്ധവിശ്വാസം. അല്ലാതെ ജീവന് അപായം ഉണ്ടാവാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നല്ല വിശ്വാസമായിട്ടാണ് എല്ലാവരും കരുതുന്നത്. പക്ഷേ ഇവിടെ ഈ വൈരാഗ്യവും പ്രതികാര ബുദ്ധിയും അന്ധവിശ്വാസവും ഒരാളെ എത്രത്തോളം ക്രൂരനാക്കും എന്നുള്ളതാണ് ഈ ചെന്താമര എന്ന വ്യക്തിയും അയാളുടെ ചെയ്തികളും നമുക്ക് കാണിച്ചു തരുന്നത്. പക്ഷെ ഇത്രയേറെ സംഭവങ്ങൾ നടന്നതിന് ശേഷവും പിടിയിലായിട്ടുകൂടിയും അയാൾക്കുള്ളിലെ പ്രതികാരവും വൈരാഗ്യവും ഒന്നും അവസാനിക്കുന്നില്ല. ഇപ്പോഴും അയാളുടെ ചിന്തകളിൽ ബാക്കി വെച്ചിരിക്കുന്നത് പ്രതികാരം മാത്രമാണ്. അതായത് ഒരു മനുഷ്യൻ എങ്ങനെയാകാൻ പാടില്ല എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ മനുഷ്യൻ. ഇനി ചെന്താമര ഇനി മുതലൊരു മനുഷ്യനല്ല, മറിച്ച് ഒരു മൃഗമാണെന്ന് പറയേണ്ടി വരും. ഇനി മൃഗത്തോട് തന്നെ ഉപമിക്കാൻ കഴിയുമോ എന്നുള്ളത് വീണ്ടും ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ചുറ്റും നടക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ക്രൂരതകൾ കാണുമ്പോൾ പലപ്പോഴും അതിശയിച്ചു പോകാറുണ്ട്, ഇവർക്ക് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് എന്ന്. പക്ഷെ അതിൻ്റെ എല്ലാത്തിൻ്റെയും അടിവേരുകൾ ചെന്ന് അവസാനിക്കുന്നത് പണ്ട് അവരുടെ മനസ്സിൽ കൂടിക്കയറിയ അസൂയയുടെയും വിദ്വേഷത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസത്തിൻ്റെയും എന്തിൻ്റെയെങ്കിലും ഒക്കെ വേരുകളായിരിക്കും. അതാണ് വാസ്തവം. എന്ന് വെച്ചാൽ വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ മനസ്സിൽ സൂക്ഷിക്കുന്നത് വെടിമരുന്ന് കയ്യിൽ കൊണ്ട് നടക്കുന്നത് പോലെയാണ്. ഈ ചെന്താമര കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്?
അയാൾക്ക് എന്ത് ശിക്ഷ നൽകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസാണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.